നമസ്കാരം സാർ. നമസ്തേ. ലോക കറൻസിയിൽ പല കറൻസികൾക്കും പല മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ സാമാന്യം സ്റ്റേബിളായി നിലനിരുന്ന ഒരു കറൻസിയാണ് ഇന്ത്യൻ റുപ്പി. അതായത് കമ്പയർ ചെയ്താൽ വെനിസ്വലയുടെ കറൻസിയായിട്ടും ഇറ്റാലിയൻ ലിറയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ സ്കൈ റോക്കറ്റ് ചെയ്ത് പോകാനോ ഡോളറിന് അപ്രമാദിത്വം കൽപ്പിച്ചു കൊടുക്കാനോ ഇന്ത്യൻ രൂപ തയ്യാറായിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്തുമാത്രമുണ്ട്, അല്ലെ കൂടിയോ കുറഞ്ഞോ, ഇങ്ങനത്തെ പല ഘടകങ്ങൾ അവിടെ ഉള്ളപ്പോൾ പോലും ഈ പല വിഷയങ്ങളും ഗവൺമെൻറ്റുകളിന് അല്ലെ റിസർവ് ബാങ്കിനെ നമ്മളോട് നേരിട്ട് അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, തന്ത്രപരമായി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണോ രൂപയുടെ മൂല്യം ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നത്? രൂപയുടെ മൂല്യം കൂടുകയും കുറയുകയും ഒന്നും ചെയ്തിട്ടില്ല, കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്. സ്ഥിരമായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. അതിന് എന്താണ് അതിന്റെ കാരണമെന്ന് നോക്കുമ്പോൾ ഈ അടിസ്ഥാന മാക്രോ എക്കണോമിക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് രൂപ ഡോളറുമായിട്ടുള്ള വിനിമയത്തിൽ രൂപ കാണിക്കുന്ന ചില പ്രവണതകൾ. അപ്പോ ഈ അടുത്ത ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ബാങ്കുകളുടെ സഹായത്തോടു കൂടിയുള്ള ചില ബിസിനസ്സുകാരും നടത്തുന്ന ഊഹക്കച്ചവടമാണ് ഈ ഡോളറിന്റെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം താഴോട്ട് കുത്തനെ ഇടിയാനുള്ള കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം ആദ്യമേ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഫണ്ടമെന്റൽസ് ഒട്ടും വീക്കല്ല. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, ഏതാണ്ട് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം വളരെ മുകളിലോട്ട് തന്നെയാണ്. മോർ ദാൻ ആവറേജ്. അപ്പോ അല്ല, ആവറേജ് എന്നല്ല ഞാൻ പറയുന്നത്. അതായത് 100 ബില്യൺ ഒക്കെ ഉണ്ടായിരുന്ന 100-200 ബില്യൺ എന്നുള്ള ഒരു ലെവലിൽ നിന്നും നമ്മുടെ വിദേശ നാണ്യ ശേഖരം ഇപ്പോഴേതാണ്ട് 600 ബില്യൺ അടുപ്പിച്ച് എപ്പോഴും അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. 600 ബില്യന് ഒരു 630 ബില്യൺ ഒരു ബാൻഡിലാണ്. അതായത് 570 അല്ല 570 തൊട്ട് 630 വരെ ഉള്ള ഒരു ബില്യൺ ആ ഒരു ബാൻഡിൽ എപ്പോഴും നമ്മുടെ വിദേശ നാണ്യ ശേഖരമുണ്ട്. അപ്പോ ഇത് നമുക്ക് മാസങ്ങളോളം നമ്മുടെ ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യം നമ്മുടെ കൈവശമുണ്ട്. അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന റെമിറ്റൻസ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് കിട്ടുന്ന രാജ്യമാണ് ഇന്ന് ഇന്ത്യ. അത് നമ്മൾ വിചാരിക്കുന്നത് ഗൾഫിൽ നിന്നല്ല, ഇപ്പം അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ, അത് വേറൊരു വിഷയമാണ്. ഞാനപ്പോൾ ഇതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. രൂപയുടെ മൂല്യം, ഈ രൂപയുടെ മൂല്യം സാധാരണഗതിയിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് നമ്മുടെ ട്രേഡ് ബാലൻസ് തകിടം മറിയുമ്പോഴാണ്. അതായത് നമ്മുടെ എക്സ്പോർട്ട് വളരെ ഭീമമായ രീതിയിൽ താഴോട്ട് പോവുകയും ഇമ്പോർട്ട് കുതിച്ചുയരുകയും പറയട്ടെ ഇമ്പോർട്ട് കുതിച്ചുയരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിദേശ നാണ്യം വാങ്ങേണ്ട വരും. നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡോളർ വേണമല്ലോ. കാരണം ഡോളർ കൊടുത്താലല്ലേ പെട്രോളിയം ഉൾപ്പെടെയുള്ള എല്ലാ ഇമ്പോർട്ടും നടക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ട് ഡോളറാണ്. അപ്പൊ ഡോളർ വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഡോളർ രൂപ കൊടുത്ത് വാങ്ങിക്കും. രൂപ കൊടുത്തിട്ടാണല്ലോ ഇന്ത്യ ഡോളർ വാങ്ങിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ കറൻസി വേറെ ഒന്നുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും രൂപയുടെ മൂല്യം കുറയും, ഡോളറിന്റെ മൂല്യം കൂടും. അപ്പൊ ഇതിലൊരു വലിയ അവസരം കറൻസി ട്രേഡിങ് നടത്തുന്നവർക്കുണ്ട്. അതായത് ഇന്ന് വലിയൊരു ട്രേഡിംഗ് ആണ്. ഇപ്പൊ ഡോളർ നമ്മുടെ ഷെയർ പോലെ ട്രേഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ് കറൻസികൾ. ഫോറിൻ എക്സ്ചേഞ്ച് അതിൽ ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്. ആ ട്രേഡിംഗ് നടത്തുന്നത് സ്ഥലത്ത് നമ്മൾ റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട്, വലിയ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് നേരിട്ട് ഡോളർ വാങ്ങിക്കാം. അതല്ലാത്തവർക്ക് വേറെ ഒരു സംവിധാനമുണ്ട്, അവിടെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. അപ്പോ ഈ കറൻസി ട്രേഡിംഗ് നടത്തുമ്പോൾ അതിൽ സ്പെക്കുലേഷൻ നടത്തുന്ന ഒരു രീതി ബാങ്കുകൾക്കുണ്ട്. അതായത് ഇന്ത്യയുടെ നാളെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൂടുതൽ ഡോളർ വാങ്ങിച്ചു വെച്ചാൽ നമുക്കത് ലാഭമാകും. അങ്ങനെ സ്പെക്കുലേഷൻ നടത്തിയിട്ട്
ഈ ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ ഉം. ഒരു ദിവസം തന്നെ അവരെടുക്കുന്ന പൊസിഷനുകൾ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തിൽ ഒരുപാട് സാങ്കേതിക പദങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് കൺഫ്യൂഷൻ. ആ അതുകൊണ്ട് ഞാൻ അത് ഒരു ലിമിറ്റ് ചെയ്തിട്ട് കറൻസി വാങ്ങുക എന്നൊരു പ്രയോഗം നടത്തുക. സാർ കറൻസി പൊസിഷൻ യഥാർത്ഥത്തിൽ നമ്മളെ പൊസിഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പൊസിഷനാണ്. അത് എക്സ്പ്ലെയിൻ ആ ചെയ്യാറുണ്ട് അതായത് ഇത് കറൻസി വാങ്ങുക എന്ന് നമ്മൾ പറയുമ്പോൾ ഉം. കറൻസി യഥാർത്ഥത്തിൽ പോയിട്ട് ഡെലിവറി നടത്തുന്നില്ല. ഉം. ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10 ബില്യൺ അല്ലെ 5 ബില്യൺ 10 ബില്യൺ ഒക്കെ വിദേശ ഓൺഷോർ ബൈയിങ് ഉണ്ട്, ഓഫ് ഷോർ ബൈയിങ്. ഓഫ്ഷോർ ബൈ. ഓൺഷോർ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും ബൈ ചെയ്യുന്നത്. ഉം. ഓഫ് ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്നും. ഉദ്ദേശം. അപ്പൊ ഈ വിദേശത്ത് നിന്നും ഇത് ബൈ ചെയ്യുമ്പോൾ ഉം. നമുക്ക് സംഭവിക്കുന്ന ഒരു അതായത് ഓരോ ദിവസവും ഇത്ര ലിമിറ്റ് ഒന്നുമില്ല. ഉം. അവർ ഇഷ്ടം പോലെ ബൈ ചെയ്യുന്നു, പൊസിഷൻ എടുക്കുന്നു. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നാൽ അത് കുറച്ച് പിന്നെ അതിൽ വളരെ മിനിമൽ, അതായത് റുപ്പിയിൽ വളരെ മിനിമൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡോളറിൽ വളരെ ലോങ് പൊസിഷൻ എടുക്കുന്നു. ഇങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ വ്യത്യാസം, അതായത് ഇപ്പൊ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും രൂപ വാങ്ങിക്കുകയാണെങ്കിൽ അല്ല ഡോളർ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് വിലയുള്ളൂ. വിദേശ മാർക്കറ്റിൽ നിന്ന് ഡോളർ വാങ്ങിക്കുമ്പോൾ അതിന് കൂടുതൽ വിലയാണ്. അപ്പൊ കുറച്ച് വില കൊടുത്ത ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഡോളർ കൂടുതൽ വില കിട്ടുന്ന വിദേശ മാർക്കറ്റുമായിട്ട് അവിടെ അത് വിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഡോളർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആളിനൊരു ലാഭം. ഈ ലാഭം എടുക്കുന്ന ചില വ്യക്തികളെ ബാങ്കുകൾ സഹായിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബാങ്കുകൾക്ക് ഈ ഊഹക്കച്ചവടത്തിൽ ഒരു വലിയ പങ്കുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് തികച്ചും സാങ്കേതികമായ ഒരു വിഷയമാണ്. പക്ഷെ ഇങ്ങനെ നമുക്കത് ചുരുക്കാം. അതായത് ഈ പിന്നെ ഇന്ത്യയിലെ ബാങ്കുകൾ ഈ ഊഹക്കച്ചവടത്തിൽ സ്വയം ഏർപ്പെടുകയും കറൻസിയുടെ കാര്യത്തിൽ ഊഹക്കച്ചവടത്തിൽ സ്വയം ഏർപ്പെടുകയും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളുമായിട്ട് സഹകരിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്ത് അത് ഒരു പ്രധാന ഘടകമായിരുന്നു ഈ രൂപയുടെ മൂല്യം ഇടിയാനായിട്ട്. ഇന്നലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള പൊസിഷൻ എടുക്കുന്ന ലോങ് ഷോർട്ട് പൊസിഷൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകളിൽ പോയിട്ട് സ്പെക്കുലേഷൻ നടത്തുന്നതിന് ഒരു പരിധി കൊണ്ടുവന്നു. ഓരോ ദിവസവും വൈകിട്ടാകുമ്പോഴത്തേക്കും 10 കോടി ഡോളറിലധികം വ്യത്യാസം ഇതിൽ ലോങ് അതായത് അവരുടെ അസറ്റുകളും അവരുടെ ലയബിലിറ്റീസും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിയന്ത്രണം കൊണ്ടുവന്നു. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ലളിതമായിട്ട്, അത് അത്ര പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിലും നമുക്ക് പറയാം, അവർക്ക് ഒരു ദിവസം വൈകിട്ടാകുമ്പോഴത്തേക്കും 10 കോടി ഡോളറിലധികം കച്ചവടം വേണ്ട, അതിൽ ചുരുക്കി. അങ്ങനെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ലോങ് പൊസിഷനുകൾ പലതും അവർക്ക് ഓഫ്ലോഡ് ചെയ്യേണ്ടി വന്നു. ഓഫ്ലോഡ് ഇതൊക്കെ ഒരു സാങ്കേതിക പദമാണ്. കുറച്ചുകൂടെ പിന്നെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ അവർക്ക് അവരുടെ 10 ബില്യൺ ഡോളറോളം അവർക്ക് വിൽക്കേണ്ട വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ 10 ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ 95,000 കോടി രൂപയോളം ഒറ്റ ദിവസം കൊണ്ട് 95,000 കോടി രൂപയ്ക്ക് തുല്യമായ ഡോളർ ഓഫ്ലോഡ് ചെയ്യേണ്ട വന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഞെട്ടൽ. അങ്ങനെ ഡോളർ മാർക്കറ്റിൽ പെട്ടെന്ന് അവൈലബിൾ ആയി. രൂപ പിന്നെ ഇതിനകത്തിൽ സാധാരണഗതിയിൽ രൂപയുടെ മൂല്യം വീണ്ടും താഴേക്ക് പോകേണ്ടത് പിടിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ഈ രൂപയുടെ മൂല്യം ഒരു ഡോളറിന് 95 താഴെയായിട്ട്, അതായത് ഒരു ഡോളർ വാങ്ങിക്കണമെങ്കിൽ 95-ലധികം രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നിരുന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് 93.5 ഒക്കെ ആയിട്ട് രൂപയുടെ മൂല്യം ഉയർന്നു. ഏതാണ്ട് 1.5 രൂപ 1.5 പോയിന്റ്സ് അത് കൂടി എന്ന് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു രൂപയുടെ മൂല്യം ഒരൊറ്റ ദിവസം കൊണ്ട് മുകളിലോട്ട് കയറി. ഇത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടിയത് കൊണ്ടോ, ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം വർദ്ധിച്ചത് കൊണ്ടോ, ഇന്ത്യയുടെ പിന്നെ ബാലൻസ് ഓഫ് ട്രേഡ് പെട്ടെന്ന് ഇന്ത്യക്ക് എവിടെയോ കിട്ടാനുണ്ടായിരുന്ന ഡോളറുകൾ ഇവിടോട്ട് ഒഴുകിയത് കൊണ്ടോ ഒന്നുമല്ല. ഊഹക്കച്ചവടത്തെ റിസർവ് ബാങ്ക് പെട്ടെന്ന് തന്നെ നിയന്ത്രിച്ചു എന്നുള്ളത് കൊണ്ടാണ്.
ഇത് ഈ ഊഹക്കച്ചവടം ഇത്രയും നാളും നടന്നിരുന്നു ഒരു നിയന്ത്രണവും ഇല്ലാതെ എന്നുള്ളത് ഒരു തരത്തിൽ അതൊരു പിന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൺട്രോൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കൺട്രോളിന്റെ ഒരു ഇറയുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടില് പഴയ കാലത്ത് വിദേശ നിക്ഷേപം നമുക്ക് കുറവായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ വിദേശത്തു നിന്ന് നിക്ഷേപിച്ചാൽ അത് പിന്നെ തിരിച്ചവർക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ കൊണ്ട് നിക്ഷേപിച്ചാൽ പഴയ നിയമങ്ങൾ അനുസരിച്ച് അത് നമുക്ക് പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനാൽ ഇന്ത്യയിൽ ആരും നിക്ഷേപിക്കില്ലായിരുന്നു. അങ്ങനെയാണ് 1992 ഉള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഒക്കെ വന്നത്. അതിനുശേഷമാണ് നരസിംഹറാവു സർക്കാർ വരുമ്പോൾ അവര് ഒരുപാട് ലിബറലൈസേഷൻ പോളിസീസ് കൊണ്ടുവരും. അതുപോലെ പിന്നെ ഈ പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി പൂർണ്ണമായിട്ടും ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു നിയന്ത്രണം അവിടെ എടുത്തു മാറ്റി. സ്വാഭാവികമായിട്ടും അങ്ങനെ എടുത്തു മാറ്റിയപ്പോൾ ഈ നിയന്ത്രണങ്ങൾ പലതും എടുത്തു മാറ്റിയപ്പോൾ വിദേശത്തുനിന്ന് നിക്ഷേപം വരാൻ തുടങ്ങി. പക്ഷെ അതിനൊരു പിന്നെ ഈ വിദേശ ക്യാപിറ്റൽ പെട്ടെന്ന് പുറത്തോട്ട് ഒഴുകിയാൽ രൂപയുടെ മൂല്യം കുറയും. അതും സംഭവിക്കാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു 30-40 ബില്യൺ വിദേശ നിക്ഷേപം അവര് അല്ലെ 100 ബില്യൺ തന്നെ അവർ പുറത്തോട്ട് കൊണ്ടുപോയാലും ഇന്ത്യക്ക് അതൊരു വലിയ പ്രശ്നമല്ല. കാരണം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഞാൻ പറഞ്ഞല്ലോ 580 ബില്യൺ ശരാശരി എപ്പോഴും ഉണ്ടാകും. അതിന് മുകളിലായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മാസങ്ങളുള്ള ഒരു 5-6 മാസത്തേക്ക് നമുക്ക് ഇറക്കുമതി ചെയ്യാനൊക്കെ ഉള്ള ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് കിട്ടുന്ന രാജ്യമാണ്. അതിൽ ശരിക്കും പ്രവാസികളായ ഇന്ത്യക്കാരെ നമ്മൾ പണ്ട് ചിന്തിച്ച പോലെ ഗൾഫിൽ നിന്നല്ല ഇപ്പോൾ വരുന്ന, അങ്ങനെയും ചിന്തിക്കേണ്ട. ഒരു കാലത്ത് ഗൾഫായിരുന്നു ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് അയച്ചത്. അത് ഒരു 2020 ശേഷം അതിന് വ്യത്യാസം വന്നു. അതൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോൾ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. കാരണം നമ്മൾ പരമ്പരാഗതമായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഗൾഫിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം ഇന്ത്യയിലേക്ക് വരുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. ആ കാലമൊക്കെ മാറി അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്നത്. കാരണം അവിടെയുള്ള ഇന്ത്യക്കാരെന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബുള്ളവരാണ്. ഗൾഫിലുള്ളത് വൈറ്റ് കോളർ ജോബുള്ള സിഇഒമാര് അല്ലെങ്കിൽ ആ ലെവലിലുള്ള വലിയ ആൾക്കാർ, ബിസിനസ്സുകാരും ഒക്കെയാണ്. ഗൾഫിൽ നിന്നും നമുക്ക് വരുന്നതിൽ ഒരു 10% അങ്ങനെയുള്ള വർക്കേഴ്സ് ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ ഒരു 80%-ലധികവും ഒരു മാസം 1000 റിയാൽ എന്ന അതായത് ഒരു പക്ഷെ ഒരു 1.25 ലക്ഷം രൂപയിൽ താഴെയൊക്കെ വരുമാനമുള്ള ആൾക്കാരാണ്. കഷ്ടിച്ച് പിന്നെ ഈ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ജോലി ശമ്പളത്തിലാണ് പലരും അവിടെ ജോലി ചെയ്യുന്നത്. എനിക്കറിയാം. കാരണം നാട്ടിലെ ഈ പലപ്പോഴും ഈ ആശാരിപ്പണിയൊക്കെ ചെയ്യുന്നവർക്ക് 1500 രൂപ ഒരു ദിവസം കിട്ടുക അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. 1000-ന് മുകളിൽ 1300 എല്ലാവർക്കും കിട്ടും ആശാരിപ്പണി ചെയ്യുന്നവർ. പക്ഷെ ഗൾഫിലെ ഇന്ത്യക്കാരുടെ തന്നെ കമ്പനികൾ അവിടെ ഇപ്പം എനിക്കറിയാം, ഇന്ത്യക്കാർ ഇപ്പൊ ശോഭയുടെ ഒക്കെ കമ്പനികളിൽ ജോലി ചെയ്യുന്ന പലർക്കും 600-700 രൂപ ഇന്ത്യൻ റുപ്പി വെച്ച് അവർ കൊടുക്കും. പിന്നെ ഇവരവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് അവിടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈ പൈസ സേവ് ചെയ്യാൻ പറ്റും. നാട്ടിലാണെങ്കിൽ അവർ അടിച്ചു പൊളിച്ചു കളയും. അങ്ങനെ അങ്ങനെ ഒക്കെയുള്ള ചില പിന്നെ ദുരഭിമാനങ്ങളുണ്ട് ചിലർക്ക്. നാട്ടിൽ ചില പണികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെയാണെന്ന് ഗൾഫിന്റെ പ്രത്യേകത. ഗൾഫിൽ ശരാശരി യഥാർത്ഥത്തിൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ കുറവ് ശമ്പളമാണ് പല മേഖലകളിലും. സ്കിൽഡ് വർക്കറിന് അതായത് എക്സ്ട്രീംലി സ്കിൽഡ് പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഗൾഫിൽ പോയിട്ട് വലിയ കാര്യമുള്ളൂ. അത് പോട്ടെ, ഞാൻ ആ വിഷയത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ചർച്ചയ്ക്ക് എടുക്കാവുന്ന വിഷയം, അത് വേറൊരു വിഷയമാണ്. അതെ, സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യാനുള്ള വിഷയം. പക്ഷെ ഇവിടെ ഞാൻ വീണ്ടും നമ്മുടെ സമയം 10 മിനിറ്റ് തീർന്നിരിക്കുന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് ചുരുക്കി പറയാം. അതായത് ഈ പിന്നെ വിദേശ ബാങ്കുകൾ നടത്തുന്ന ഈ ഒരു ഊഹ കച്ചവടത്തിൽ, ഒരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. അതായത് ഇപ്പം മറ്റൊരു നിയന്ത്രണം എന്ന് പറയുന്ന ബാങ്കുകൾ പലപ്പോഴും തങ്ങളുമായിട്ട് സഹകരിക്കുന്ന ചില കമ്പനികളോ ആൾക്കാരുമായിട്ട് അങ്ങനെയുള്ള റിലേറ്റഡ് പാർട്ടികളുമായിട്ട് ഇവർ ഈ രീതിയിൽ ഊഹക്കച്ചവടം നടത്തും. അതിനി ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് RBIയുടെ ഉത്തരവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ആർബിട്രേജ് എന്ന് പറയുന്ന പരിപാടി, അതായത് പിന്നെ വിദേശത്തു നിന്നും ഡോളർ വാങ്ങിക്കുക, ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കുക, എന്നിട്ട് അതിന്റെ ഒരു വ്യത്യാസം ഇവിടുന്ന് വാങ്ങിക്കുന്ന ഡോളർ വിദേശത്ത് വെച്ച് സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ അത് പിന്നെ വിൽപ്പന നടത്തുക,
അങ്ങനെയുള്ള പരിപാടികളൊന്നും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഉം. അതുപോലെ ഒരു ദിവസം ഇത്ര ആ, പിന്നെ ഒരു പരിധിക്കുള്ളിൽ മാത്രമേ ഊഹക്കച്ചവടം നടത്താൻ പറ്റുകയുള്ളൂ. ഉം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളിതൊരു തികഞ്ഞ സാങ്കേതിക വിഷയമായതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് നാട്ടുകാരെ അറിയിക്കേണ്ടതുണ്ട്. ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ബാങ്കുകൾ ദൗർഭാഗ്യവശാൽ ഇത്തരം ഊഹാപോഹങ്ങളിലും ഉം. ഊഹക്കച്ചവടങ്ങളിലും സ്വയം ഏർപ്പെടുകയോ പങ്കാളികളാകുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ശരിക്കു പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തിന് വല്ലാത്ത ഇടിവ് സംഭവിച്ചിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഈ 1-2 വർഷമായിട്ട് ഇന്ത്യയുടെ എക്സ്പോർട്ടൊക്കെ വളരെയധികം കുതിച്ചുയർന്നു. പക്ഷേ ഫണ്ടമെന്റൽസ് കാണിക്കുന്ന രീതിയിലല്ല രൂപ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് RBI ഇതുവരെ ഇതിനകത്തിൽ ഇടപെടാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ RBIയുടെ ഇടപെടൽ ഈ ഒരു മേഖലയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നുള്ള സൂചനയിലേക്ക് അത് പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പാനിക് ബട്ടൺ, വർദ്ധിച്ചു വരുന്ന ഒരു വർദ്ധിച്ചു പാനിക് വരുന്ന ബട്ടൺ. വർദ്ധിച്ചു വരുന്ന ഈ പെട്രോളിയം ഇറക്കുമതി ഒരു ഘടകമാണ് ഇതിനകത്തിലെ. പെട്രോളിയം ഇറക്കുമതി അതുകൊണ്ടായിരിക്കാം നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നത് എന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു. പക്ഷെ യാഥാർത്ഥ്യം അത് മാത്രമല്ല, അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാങ്കുകളുടെ ഈ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ഒരു വലിയ ഘടകമായിരുന്നു എന്ന് ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലെ രൂപയുടെ വില വ്യത്യാസം അല്ലെ മൂല്യ വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. നന്ദി.